Dear students, today we are discussing about planning, its features, importance and limitations. First topic is functions of management. The activities or elements which managers perform to achieve the organizational objectives are called functions of management. We know that management is a process, so it is concerned with a lot of activities or elements, and these elements or activities are commonly called functions of management. ഒരു ഓർഗനൈസേഷനിൽ ആ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ മാനേജേഴ്സ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എലമെൻസിനെയാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. Functions of management is classified under two heads: operative functions and managerial functions. Operative functions include production, marketing, finance, personnel and office, and managerial functions include planning, organizing, staffing, directing and controlling. First topic is planning. It is the first managerial function. Planning is equal to forecasting plus decision making. Forecasting means predicting the future events or predicting the future directions on the basis of past data or historical data. And decision making means selecting best course of action from the various alternatives. സോ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് എലമെൻറ്റ്സ് ഉണ്ട്, ഫോർകാസ്റ്റിങ്ങും ഡിസിഷൻ മേക്കിംഗ്. അത് രണ്ടും കൂടെ ചേർന്ന ഒരു പ്രോസസ്സാണ് പ്ലാനിങ്. ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചർ ഇവൻറ്റ്സ് ഒക്കെ എന്താണെന്ന് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യും, പ്രവചിക്കുന്നതിനെയാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് പാസ്റ്റ് ഡാറ്റ, ഇതിനു മുമ്പ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റകളൊക്കെ കളക്ട് ചെയ്തിട്ടായിരിക്കും അങ്ങനെ പ്രവചിക്കാൻ സാധിക്കുക. ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, ആ ഫോർകാസ്റ്റിംഗ് അല്ലെങ്കിൽ ആ പ്രഡിക്ഷനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ ഓർഗനൈസേഷന് വേണ്ട തീരുമാനങ്ങളും എടുക്കണം. അതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ദെൻ പ്ലാനിങ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ, വെൻ ഈസ് ടു ബി ഡൺ, ഹൗ ഈസ് ടു ബി ഡൺ ആൻഡ് ബൈ ഹൂം ഈസ് ടു ബി ഡൺ. എന്ത്, എപ്പോൾ, എങ്ങനെ, ആര് ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സാണ് പ്ലാനിങ്. Planning is an intellectual process of thinking resorted to decide a course of action which helps achieve the predetermined objective of the organization future. So it is an intellectual process of thinking because it needs analysis and predict the future. Future predict ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു തിങ്കിങ് പ്രോസസ്സാണ്, അതുപോലെ തന്നെ ഒരു ഇൻ്റലക്ച്വൽ പ്രോസസ്സുമാണ്. To decide a course of action, so they have to make a decision on the future, and the decision helps to achieve the predetermined objective of the organization future. ഓർഗനൈസേഷന് ഫ്യൂച്ചറിൽ ആ ഡിസിഷനിലൂടെ അവരുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ സാധിക്കണം. സോ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡിസിഷൻ എടുക്കുന്ന ഇൻ്റലക്ച്വൽ പ്രോസസ്സാണ്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാനിങ്. ഫസ്റ്റ് ഫീച്ചർ ഈസ് ഗോൾ ഓറിയൻറ്റഡ്. Planning is done to achieve the organizational objective. So we can say planning is goal oriented. ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് നേടുക എന്നതാണ് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്. സോ നമുക്ക് പറയാം ഒരു ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണ്. കാരണം ആ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എങ്ങനെയാണോ അതിനെ ആസ്പദമാക്കിയായിരിക്കും പ്ലാൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഫീച്ചർ ഈസ് പ്രൈമസി ഓഫ് പ്ലാനിങ്. പ്ലാനിങ് ഈസ് ദി പ്രൈമറി മാനേജീരിയൽ ഫംഗ്ഷൻ. And all other functions like organizing, staffing, directing and controlling are undertaken within the framework of plans drawn. പ്ലാനിങ് ആണ് പ്രൈമറി മാനേജീരിയൽ ഫംഗ്ഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ബാക്കി ഫങ്ഷൻസ് ആയ ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ് ഒക്കെ ഈ പ്ലാനിങ് അനുസരിച്ചിട്ട്, ആ പ്ലാൻ അനുസരിച്ചിട്ടായിരിക്കും നടക്കുക. നെക്സ്റ്റ് ഫീച്ചർ ഈസ് പെർവേസീവ്നെസ്. Planning function is required to be performed by managers at all levels. ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ലെവലിലും ഒരു പ്ലാനിങ് ഉണ്ടാവും. ഇപ്പോൾ മാനേജേഴ്സ് ടോപ്പ് ലെവലിലുള്ളവരാണെങ്കിൽ അവരൊരു ഓർഗനൈസേഷന് വേണ്ടി പ്ലാൻ ഉണ്ടാക്കും. ദെൻ മിഡിൽ ലെവലാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഓരോരുത്തർ പ്ലാൻ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഏറ്റവും ലോവർ ലെവലിലാണെങ്കിൽ വർക്കേഴ്സ് അവരുടെ വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള പ്ലാൻ കൃത്യമായിട്ടുണ്ടാക്കും. നെക്സ്റ്റ് ഫീച്ചർ ഈസ് ഫ്ലെക്സിബിലിറ്റി. Plans are prepared in anticipation of future events. So the actual situation may differ from what has been anticipated earlier. So we have to modify the plan. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫ്യൂച്ചർ എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആൻറ്റിസിപ്പേഷൻ അല്ലെങ്കിൽ പ്രെഡിക്ഷൻ അനുസരിച്ചിട്ട് ഫ്യൂച്ചറിൽ ആക്ച്വലി നടക്കണമെന്നില്ല. സോ ആ ആക്ച്വൽ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് പ്ലാൻസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും.
So we can say planning is a dynamic process and we can adjust it with the needs and requirement of the situations. Next feature is continuous process. Planning is an ongoing process in the organization. Plans are prepared for a specific period and at the end of which new plans are to be drawn. പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. കാരണം പ്ലാൻസ് നമ്മളൊരു ഷോർട്ട് പീരീഡ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പീരീഡിലേക്കായിരിക്കും പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ പുതിയ പ്ലാൻസ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ ആക്ച്വൽ സിറ്റുവേഷൻസിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അതനുസരിച്ചിട്ട് പ്ലാൻസിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കണം. സോ പ്ലാനിങ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണെന്ന് പറയാം. നെക്സ്റ്റ് ഫീച്ചർ ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. പ്ലാനിങ് ഈസ് എ ഫ്യൂച്ചറിസ്റ്റിക് പ്രോസസ് ബിക്കോസ് ഇറ്റ് പ്രിപ്പയറിംഗ് ഫോർ ദി ഫ്യൂച്ചർ. It forecast the future events and trends to handle future events for the advantage of the organization. ഒരു ഓർഗനൈസേഷൻ്റെ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് ഫ്യൂച്ചറുമായിട്ടാണ് പ്ലാനിങ് ഡീൽ ചെയ്യുന്നത്. അതിൽ ഫ്യൂച്ചർ എന്താണെന്ന് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട് അനാലിസിസിലൂടെയും അതുപോലെ തന്നെ ഫോർകാസ്റ്റിങ്ങിലൂടെയൊക്കെ ഫ്യൂച്ചർ എന്താണെന്ന് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുകയാണ് പ്ലാനിങ്ങിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ഫീച്ചർ ഈസ് പ്ലാനിങ് ഈസ് പാർട്ടിസിപ്പേറ്റീവ്. Planning is not the work of a single individual, it is the collective work of several individuals. സോ പ്ലാനിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളല്ല പ്ലാൻ ചെയ്യുന്നത്, ഒന്നിലധികം ആൾക്കാർ ഒരുമിച്ച് വേണം പ്ലാൻ ചെയ്യാൻ, എങ്കിലാണ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ലാസ്റ്റ് ഫീച്ചർ ഈസ് പ്ലാനിങ് ഈസ് ആൻ ഇൻ്റലക്ച്വൽ പ്രോസസ്. പ്ലാനിങ് ഈസ് എ മെൻ്റൽ വർക്ക് കൺസേൺഡ് വിത്ത് തിങ്കിങ് ബിഫോർ ഡൂയിങ്. പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു മെൻ്റൽ വർക്കാണ്. മെൻ്റലി അവർ തിങ്ക് ചെയ്യണം, എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും മെൻ്റലി തിങ്ക് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഒരു ഇൻ്റലക്ച്വൽ പ്രോസസ് ആണെന്ന് പറയാം. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ഫോർസൈറ്റ്, ഇമാജിനേഷൻ ആൻഡ് സൗണ്ട് ജഡ്ജ്മെൻറ്റ്. അവിടെ ഒരു ഫോർസൈറ്റ്, ഫ്യൂച്ചർ എന്താണെന്ന് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കണം. ദെൻ ഇമാജിനേഷൻ വേണം. ഒരു ഇമാജിനേഷൻ, ഫ്യൂച്ചറിൽ എന്തൊക്കെ നടക്കും, എങ്ങനെയായിരിക്കും അതെന്ന് ഇമാജിൻ ചെയ്യാൻ സാധിക്കണം. ആൻഡ് നല്ലൊരു ജഡ്ജ്മെൻറ്റ് മേക്ക് ചെയ്യാൻ സാധിക്കണം. ആ ഒരു ഇമാജിനേഷൻ ആൻഡ് ഫോർസൈറ്റിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് കൃത്യമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻ്റലക്ച്വൽ പ്രോസസ്സായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് പ്ലാനിങ്. ഫസ്റ്റ് വൺ, ഇറ്റ് എംഫസിസ് ഓൺ ഒബ്ജക്റ്റീവ്സ്. Planning give importance to the attainment of organization objectives. So it is also directed towards the attainment of organizational goals. ഓർഗനൈസേഷൻ്റെ ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുക എന്നതാണ് പ്ലാനിങ്ങിൻ്റെ ലക്ഷ്യം. സോ അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സിനായിരിക്കും. സെക്കൻഡ് വൺ ഈസ് മിനിമൈസസ് അൺസെർട്ടിനിറ്റി. പ്ലാനിങ് ഈസ് കൺസേൺഡ് വിത്ത് ദി ഫ്യൂച്ചർ വിച്ച് ഈസ് അൺസെർട്ടൈൻ ആൻഡ് വെരി ഡിഫിക്കൽട്ട് ടു പ്രെഡിക്റ്റ്. Planning helps in reducing uncertainties of future as it involves the anticipation of the future events. സോ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ അത് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്ലാനിങ്ങിലൂടെ നമ്മൾ ഫ്യൂച്ചർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള അൺസെർട്ടിനിറ്റി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഫ്യൂച്ചറൊന്നും ഒരിക്കലും കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. എങ്കിലും നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ആ അൺസെർട്ടിനിറ്റി കുറയ്ക്കാനായിട്ട് സാധിക്കും. Next, facilitate control. In planning, it specifies a predetermined standards of the performance in the organization. And control means comparing the actual result with the expected result, or comparing the actual performance with the expected performance. So, if there is a predetermined standard, it is easy to compare the actual performance with the predetermined standard. അപ്പോൾ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഉള്ള പെർഫോമൻസും അതിന് മുമ്പ് എന്താണോ എക്സ്പെക്റ്റ് ചെയ്ത അല്ലെങ്കിൽ പ്രീ ഡിറ്റർമൈൻ ചെയ്ത പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടി പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം പ്ലാനിങ്ങിലൊരു പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ് ആദ്യമേ തന്നെ ഫിക്സ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, എൻകറേജസ് ഇന്നോവേഷൻ. പ്ലാനിങ് ഈസ് ബേസിക്കലി എ ഡിസൈഡിങ് ഫംഗ്ഷൻ ഓർ തിങ്കിങ് ഫംഗ്ഷൻ. സോ ഇറ്റ് ലീഡ്സ് ടു ആൻ ഇന്നോവേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ്. സോ പ്ലാനിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു ഇൻ്റലക്ച്വൽ പ്രോസസ്സാണ്, ഒരു തിങ്കിങ് പ്രോസസ്സാണ്. അപ്പോൾ അവിടെ ഒരു ക്രിയേറ്റീവായിട്ട് മാനേജർക്ക് തിങ്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ നല്ല ഇന്നോവേഷൻസ്, ആ കമ്പനിക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഐഡിയാസൊക്കെ അവരുടെ മൈൻഡിൽ നിന്ന് വരും. അങ്ങനെ കമ്പനിക്ക് വേണ്ടി പുതിയ ഇന്നോവേഷൻസൊക്കെ കൊണ്ടുവരാൻ പ്ലാനിങ്ങിലൂടെ സാധിക്കും. നെക്സ്റ്റ്, ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് മീൻസ് സെർച്ചിങ് ഫോർ വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്, ദെൻ ഇവാലുവേറ്റിംഗ് ദം, then accepting the best one.
And planning is also look into the future and makes the best choice from the various alternative actions. So in planning there is a target and it is based on the future events. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ ഡിസിഷൻ മേക്കിങ്ങും ഫോർകാസ്റ്റിങ്ങും വരുന്നുണ്ട്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സിന് ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ പ്ലാനിങ്ങിൽ ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പ്ലാനിങ് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. നെക്സ്റ്റ്, ഇംപ്രൂവ്സ് കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്. Effective planning provides a competitive strength to the enterprise over the others who have no proper planning. പ്ലാനിങ് ഇല്ലാത്ത, പ്രോപ്പർ പ്ലാനിങ് ഒന്നും ഇല്ലാത്ത ബാക്കി ഓർഗനൈസേഷൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്ലാനിങ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ഒരു കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത് തന്നെയാണ്. അവർക്ക് കൃത്യമായിട്ട് അവരുടെ വീക്ക്നെസ്സും ത്രെട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് അവർക്ക് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. ഫസ്റ്റ് വൺ ഈസ് lack of reliable data. We know that in planning the future is anticipated or predicted on the basis of historical data. So if the data are incorrect, the planning will lose its value. ഹിസ്റ്റോറിക്കൽ ഡാറ്റ അനുസൃതമാക്കിയിട്ടാണ് നമ്മൾ പ്ലാൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഹിസ്റ്റോറിക്കൽ ഡാറ്റ റോങ് ആണ്, അല്ലെങ്കിൽ അത് കൃത്യമല്ല, അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്തതാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ പ്ലാനിങ് ഫുള്ള് വേസ്റ്റ് ആവും. Next limitation is it is a time consuming process. Planning is a lengthy process because it needs data collection, its analysis, interpretation, evaluation, then defining objectives, etc. So പ്ലാനിങ്ങിൽ ധാരാളം പ്രോസസ്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഡാറ്റ കളക്ഷൻ. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ, അതും ഹിസ്റ്റോറിക്കൽ ഡാറ്റാസൊക്കെ കളക്ട് ചെയ്യാൻ നല്ല ടൈം എടുക്കും. അത് കഴിഞ്ഞിട്ട് അത് അനലൈസ് ചെയ്യണം, ദെൻ ഇൻ്റർപ്രറ്റ് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ചെയ്യാൻ. സോ ഇത്തരം പ്രോസസ്സൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിൽ നല്ല ടൈം എടുക്കും. സോ പ്ലാനിങ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. നെക്സ്റ്റ് ലിമിറ്റേഷൻ ഈസ് എക്സ്പെൻസീവ്. Planning process is very expensive because collection, analysis and evaluation of data and information needs appointment of experts, and the organization has to give a great amount of money to them. So a small and medium size organizations cannot afford this. പ്ലാനിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പെൻസീവ് പ്രോസസ്സാണ്. കാരണം ഈ അനാലിസിസിനൊക്കെ എക്സ്പേർട്ടിൻ്റെ സഹായം ആവശ്യമായിട്ട് വരും. അപ്പോൾ അവർക്ക് സാലറി കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഒരു എക്സ്പെൻസീവ് പ്രോസസ്സാണ്. അതുപോലെ തന്നെ ഒരു സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിനൊന്നും ഇത് അഫോർഡ് ചെയ്യാനും സാധിക്കില്ല. നെക്സ്റ്റ് ലിമിറ്റേഷൻ ഈസ് ലിമിറ്റഡ് സ്കോപ്പ്. ഇൻ ഓർഗനൈസേഷൻസ് വേർ സിറ്റുവേഷൻസ് ചേഞ്ച് റാപ്പിഡ്ലി ദർ ഈസ് ലിമിറ്റഡ് സ്കോപ്പ് ഫോർ പ്ലാനിങ്. അപ്പോൾ പെട്ടെന്ന് ഓരോ ഓർഗനൈസേഷൻസ് സിറ്റുവേഷൻസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ പ്ലാനിങ് കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. നെക്സ്റ്റ്, ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. The effectiveness of planning may be affected by external factors like economic, social, political, technological or legal factors. The management has little control over these external forces. എല്ലാ ഓർഗനൈസേഷനും കുറച്ച് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സസ് അഫക്റ്റ് ചെയ്യും. സോ അത്തരം ഫോഴ്സസിനെ മാനേജ്മെൻറ്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ എക്സ്റ്റേണൽ ഫോഴ്സസ് പ്ലാനിങ്ങിനെയും അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ടെക്നോളജിക്കൽ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പ്ലാൻ പെട്ടെന്ന് തന്നെ മാറ്റേണ്ടി വരും. സോ അതിൻ്റെ ഇൻഫ്ലുവൻസ് ഒരു പ്ലാനിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്.